പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അതായത് ഇപ്പൊ നാട്ടിൽ പാമ്പ് കടി കൂടുതൽ, ഒരു പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു എന്ന വാർത്തകളാണ് കൂടുതലും വരുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നമുക്ക് വേണം. അതിനുള്ള പ്രധാനപ്പെട്ട ദിക്റാണ്. അതിനു മുമ്പ് കേരളത്തിൽ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് 2 സഹോദരങ്ങൾക്ക് രാത്രി കിടന്ന സമയത്ത് പാമ്പടിയേറ്റ് അതിലൊരു സഹോദരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ വളരെ ദുഃഖത്തോടെയാണ് കേട്ടത്. അല്ല, 2 സഹോദരന്മാർ ആ തളയന്റെ അടിയിൽ വന്ന് കുത്തി. അതപ്പോൾ ആർക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു, അവിടെ വീട്ടുകാർക്ക് അറിഞ്ഞില്ല അത് പാമ്പ് കടിച്ചതാണ്. മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ പഠിച്ചവന്റെ വിധി, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സഹോദരൻ അതിൽ മരണപ്പെട്ടു. പിന്നെ ഒരു ചെറിയ കുട്ടിക്ക് വെന്റിലേറ്ററിലൊക്കെ കൊണ്ടുപോയി. അൽഹംദുലില്ലാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ കടിയേറ്റത് കൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും രക്ഷപ്പെട്ടു എന്ന് കരുതണം. കാരണം അതിനുശേഷം അവർ ചെക്ക് ചെയ്തപ്പോൾ മൊത്തം ആ വീട് വളപ്പിലൊക്കെ പാമ്പുകളായിരുന്നു. അവിടെ ബാത്റൂം, അവിടെ ടോയ്ലറ്റ് അവിടെ കളിച്ചപ്പോൾ അവിടെയൊക്കെ പാമ്പായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് തൽക്കാലം അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. ആ കുടുംബത്തിന് അള്ളാഹു കരുത്ത് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരുപാട് പാമ്പ് കടിയേറ്റ് അതിനുശേഷം ഒരു പാമ്പിന്റെ തന്നെ കൂടുതൽ. അപ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒരു രക്ഷ നേടാനുള്ള ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറുഹു മാ ഇസ്മി ശൈഅൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഈ ഒരു ദിക്ർ, ഇതിന്റെ അർത്ഥം നല്ലൊരു അർത്ഥം തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതേപോലെ ഔസു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ 2 ദിക്ർ 3 പ്രാവശ്യം സുബഹി നിസ്കാര ശേഷം 3 പ്രാവശ്യം, അസർ നിസ്കാരം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാര ശേഷം 3 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഇത് ചൊല്ലിയാൽ വെറും പാമ്പ് കടിയിൽ നിന്ന് മാത്രമല്ല, അന്നത്തെ ദിവസം എന്ത് ഉപദ്രവത്തിൽ നിന്നും, ഏത് പേപ്പട്ടിയിൽ നിന്നും, ഏത് നമ്മളെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഉപദ്രവം ചെയ്യുന്ന ജീവിയുണ്ട്, അതിൽ നിന്നെല്ലാം അള്ളാഹു സംരക്ഷിക്കും. ബിസ്മില്ലാഹില്ലദീ, ആ ഈ 2 ദിക്ർ അതിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മി ശൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അതിപ്പോൾ അദ്ദാദ് റാത്തീബിൽ അതുപോലെ തന്നെ വിർദുൽ ലത്തീഫിലൊക്കെ ഈ ദിക്ർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അധികം ആൾക്കാർക്കും അറിയുന്ന ദിക്റാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറൊരു സുന്നത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. രാത്രി കിടക്കുന്ന സമയത്ത് വിരിപ്പ് കൊട്ടണം, തലയണൊക്കെ ചെക്ക് ചെയ്ത് വിരിപ്പൊക്കെ കൊട്ടണം, കട്ടിലിൻ്റെ അടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് കിടക്കണം എന്നുള്ളതും സുന്നത്താണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഉളൂ ചെയ്യണം, അത് പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ്. അതേപോലെ ആയത്തുൽ കുർസി ഓതണം. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ 100 തികയ്ക്കാൻ അങ്ങനെ പറഞ്ഞു. അത് ശേഷം ആമന റസൂൽ, ഇതൊക്കെ ഓതിയിട്ടായിരിക്കണം നമ്മൾ കയ്യിലൊക്കെ ഊതിയിട്ട് കിടന്നാൽ. ഉറക്കാന്ന് പറയുന്നത് ചെറിയൊരു മരമാണ്. ഇതൊക്കെ ഊതി നമ്മൾ കിടന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. രാവിലെ വരെ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ രാവിലെ വരെ നമ്മളെ കൂടെ കിടക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകളും വരുമെന്ന് നമുക്കറിയാമല്ലോ. ആയത്തുൽ കുർസി രാത്രി കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയാൽ നമ്മളെ കൂടെ ഒരു മലക്ക് രാവിലെ വരെ കിടന്നുറങ്ങുമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മളെ കുട്ടികൾക്ക് ഈ ദിക്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെല്ലാവരും മുതിർന്നവരൊക്കെ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മരണങ്ങൾ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.